ബിഗ് ബോസ് ജയിച്ചതിനെക്കാട്ടി കൂടുതൽ അവരുടെ ഒപ്പം നിന്ന് സംസാരിക്കുന്നതിൻ്റെ സ്നേഹം പഠിപ്പിക്കുന്നത് എന്തിനാണ് അതിന് കൂടുതൽ? അതല്ല, അപ്പോൾ ഈ അവരുടെ ഭാഗത്തുനിന്ന് എങ്ങനെയുണ്ട്? എന്തെങ്കിലും വിളിച്ച് താക്കിയതൊന്നും ചെയ്തോ? എന്തിനാ താക്കിയത് ചെയ്യുന്നത്? ഞാൻ പറഞ്ഞത് സത്യമാണ്, അവർക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ പറഞ്ഞത് 100% ചെയ്യാമെന്ന് ബിഗ് ബോസിൽ പോയിട്ടുള്ളവർക്കും അറിയാം, എല്ലാവർക്കും അറിയാം, അവർക്കും അറിയാം. പക്ഷെ അത് ക്ലാരിറ്റി വരുത്താത്ത കൊണ്ട് ഒരുപാട് ആൾക്കാർ. ഞാൻ അങ്ങോട്ട് ചോദ്യം ചോദിക്കട്ടെ, നിനക്ക് വേണ്ടപ്പെട്ടൊരു പെൺകുട്ടി സിനിമാ മേഖലയിൽ വർക്ക് ചെയ്യുകയാണ്. അവർക്ക് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സെറ്റിൽ വെച്ചിട്ട് ഒരാൾ നിന്ന് മോശമായ അനുഭവം ഉണ്ടായി, അവൾ നിന്നെ വിളിച്ച് പറയുന്നു, നീ ഇത് നിൻ്റെ ഓൺലൈൻ മീഡിയ വഴി പുറത്തേക്ക് പറയുന്നു, എന്ത് തെളിവ് പറയും? എന്ത് തെളിവ്? അപ്പോൾ പെൺകുട്ടി പറഞ്ഞാണല്ലോ നമ്മുടെ അടുത്ത്. അതായത് അതാ ഞാൻ ചോദിച്ചത്, നമ്മുടെ അമ്മയ്ക്കോ നമ്മുടെ ഭാര്യയ്ക്കോ നമ്മുടെ പെങ്ങൾക്കോ അവർ വർക്ക് ചെയ്യുന്ന ഏതെങ്കിലും തൊഴിലിടത്തിൽ നിന്നിട്ട് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു പ്രശ്നം ഉണ്ടായാൽ അവർ നമ്മളോടത് പറഞ്ഞാൽ അതിന് എന്ത് തെളിവാണ് കാണിക്കാൻ പറ്റുന്നത്? അല്ലെങ്കിൽ നാളെ ഒരു പെൺകുട്ടി നിങ്ങൾ ഈ സത്യത്തിൽ ചോദ്യം തന്നെ ഭയങ്കര ഭീകരമായൊരു കുഴപ്പമാണ്. കാരണം ഒരു പെൺകുട്ടിക്ക് ഏറ്റവും സുരക്ഷ കൊടുക്കുന്നതിൻ്റെ ഒരു നിയമത്തിൻ്റെ ഒരു ഭാഗമാണ് അവളുടെ വാക്കിനാണ് വില, അല്ലേ? നമ്മൾ കോടതി നിയമത്തിൻ്റെ മുമ്പിൽ ഒരു സ്ത്രീ പറയുന്നതാണ് ശരി. അതിനകത്ത് മിസ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്, ഞാൻ അതിനെ എതിർക്കുന്ന ഒരാൾ കൂടിയാണ്, മിസ്യൂസ് ചെയ്യുന്നതിനെ എതിർക്കുന്ന ഒരാൾ കൂടിയാണ്. പക്ഷേ നമ്മൾ അതിനെയും കൂടി ഇല്ലാതാക്കി കഴിഞ്ഞാൽ അവർ സുരക്ഷിതയല്ല പല സ്ഥലങ്ങളിലും. അപ്പോൾ പിന്നെ എന്നെ എതിർക്കാൻ വരുന്ന ആൾക്കാർ ആത്യന്തികമായിട്ട് അവർ സ്ത്രീ സമൂഹത്തിനെതിരാണ്. അവർക്ക് എന്തെങ്കിലും നക്കാപ്പിച്ച ആരെങ്കിലും കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ മര്യാദ എടുക്കൊണ്ട് നടക്കരുത്. എൻ്റെ അടുത്ത് തെളിവ് ചോദിക്കുകയല്ല വേണ്ടത്. ഞാൻ പറഞ്ഞതിൽ ശരിയുണ്ടോ തെറ്റുണ്ടോ എന്ന് അവർക്ക് അന്വേഷിച്ചാൽ അവർക്കറിയാം ഞാൻ പറഞ്ഞത് 100% ശരിയാണെന്നുള്ളത് അവർക്കറിയാം. ഇന്നിപ്പം ഞാൻ അതായത് ഇന്നിടയ്ക്ക് കൂടെ നടക്കുന്ന പണികളാട്ടോ. എന്നെ ഇന്ന് നമ്മുടെ കമ്മീഷൻ ഓഫീസിൽ നിന്ന് വിളിച്ചു തിരുവനന്തപുരം. എന്താ കാര്യമെന്ന് ചോദിച്ചാൽ, ബിഗ് ബോസിൽ വെച്ചിട്ട് എൻ്റെ മകൾ പറഞ്ഞെന്ന് ഞാൻ അവളെ അടിച്ചിട്ടുണ്ടെന്ന്. അങ്ങനെ ചൈൽഡ് വെൽഫെയറിൽ നിന്ന് പരാതി വന്നെന്ന് പറഞ്ഞ് അവിടുന്ന് ഒരു SI എന്നെ വിളിച്ചേക്കുക. എന്നിട്ട് എൻ്റെ അടുത്ത് ജോ എന്ന് പറയുന്ന ഒരാളാണ് കംപ്ലയിൻറ്റ് കൊടുത്തേക്കുന്നത്. എന്നാൽ എൻ്റെ അടുത്ത് പുള്ളി ചോദിക്കുകയാണ്, ഈ ജോ ആരാണെന്ന് താങ്കൾക്കറിയാവോ? ഞാൻ പറഞ്ഞു ആദ്യം പോലീസ് അതുപോയി കണ്ടുപിടിക്കാൻ പറഞ്ഞു. അതിന് പരാതി കൊടുത്തേക്കുന്ന ആരാന്ന് അവർക്ക് അറിയത്തില്ല. അപ്പോൾ അതായത് ഒരാൾ സ്ട്രെയിറ്റ് ആയിട്ട് സഞ്ചരിക്കുന്ന ഒരാളെ ഏതെല്ലാം രീതിയിൽ നശിപ്പിക്കാൻ നോക്കാമോ മാക്സിമം ഭാരവെപ്പും പ്രശ്നങ്ങളും ഒക്കെ ഒരു സൈഡിൽ കൂടെ നടത്തുന്നുണ്ട്. അതിനിപ്പോൾ നമ്മുടെ മോളെ അടിച്ചെന്ന് പറഞ്ഞിട്ടൊരു പരാതി കൊണ്ട് ചൈൽഡ് വെൽഫെയർ കൊടുത്തേക്കുന്നു. ഒരു കാര്യമില്ലാത്ത കാര്യത്തിന് എനിക്കൊന്ന് ബിഗ് ബോസിൽ തന്നെ ഒരു അച്ഛൻ മകൻ തമ്മിലുള്ള ഏറ്റവും ആത്മബന്ധത്തിൻ്റെ ഭയങ്കര ഹിറ്റായൊരു എപ്പിസോഡായിരുന്നു അത് തന്നെ. അതിനൊക്കെ അതിൽ ഈ ഇങ്ങനെ പറഞ്ഞ ശേഷം ഈ കൂടെ ഇതിനകത്തൊരു കുഴപ്പമെന്ന് പറഞ്ഞാൽ എല്ലാവരും ഭയത്തിലാണ്. എന്നോട് സംസാരിച്ചതുപോലല്ല സാബുമോൻ പിന്നീട് ന്യൂസ് 18 സംസാരിച്ചത്. സാബുമോൻ എന്നെ വിളിച്ച് പറഞ്ഞ കാര്യങ്ങൾ പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞതിനെക്കാട്ടി വലുതാണ് ആ രീതിയിൽ എൻ്റെ അടുത്ത് സംസാരിച്ചത്. അത്ര മോശമായിട്ടാണ്. എന്നിട്ട് എൻ്റെ ഒരു കാര്യം കൂടെ പറഞ്ഞു കേട്ടോ, എടാ നീ ഇനി വീഡിയോ ഇടുമ്പോൾ എന്നെ ഒന്ന് വിളിക്കണേ, എനിക്ക് കുറച്ച് കാര്യം പറയാനുണ്ട്, അവന്മാരെ പറ്റി കുറച്ചുകൂടെ ഞാൻ പറഞ്ഞുതരാമെന്ന് പറഞ്ഞ ആളാ ഇപ്പോൾ അവിടെ ഉണ്ട്. അപ്പം ജനത്തിന് ഊഹിക്കാം എന്തുകൊണ്ട് ഡിപ്ലോമാറ്റ് ആവേണ്ടി വരുന്നു. നേട്ടങ്ങൾ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഡിപ്ലോമാറ്റ് ആവേണ്ടി വരും. എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. ചേട്ടൻ ബിഗ് ബോസ് ഇപ്പോൾ വിളിച്ചായിരുന്നോ പോകാൻ വേണ്ടി? അകത്ത് അല്ല, ഇത് ബിഗ് ബോസിനോടോ ഏഷ്യാനോടോ എനിക്ക് ആ ഒരു വിരോധം കേട്ടോ. ഞാൻ പണ്ട് പാർട്ടി പ്രവർത്തിച്ച സമയത്ത് ആ പാർട്ടിയുടെ തെറ്റുകളെ ചോദ്യം ചെയ്തത് ആ പാർട്ടി നന്നാവാനും ജനങ്ങൾക്കിടയിൽ അതിന് കൂടുതൽ സ്വീകാര്യത ലഭിക്കാനും വേണ്ടിയിട്ടാണ്. നമ്മളിപ്പോൾ നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾ അയാൾ പോകുന്ന റൂട്ട് ശരിയല്ല, അയാളെ നമ്മളത് തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നത് നമ്മൾ അയാളോടുള്ള വിരോധം കൊണ്ടല്ല. ഈ ഷോയ്ക്ക് ജനങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുള്ള സ്വീകാര്യത വലുതായിരുന്നു, ഭയങ്കര വലുതായിരുന്നു. കാര്യം ഒരു ഭയങ്കരമായിട്ടുള്ള ജനം കാണുന്നൊരു ഷോ അത് ഭയങ്കരമായ രീതിയിൽ നെഗറ്റീവ് ആകുന്നു. ആ ഷോയെ ഭയങ്കര മോശമാക്കി ഇവർ തന്നെ കൊണ്ടുപോകുന്നു. അത് കണ്ടപ്പോൾ എനിക്കൊരു വിഷമം തോന്നി. ഇതിങ്ങനല്ല ബിഗ് ബോസിനെ കുറിച്ച് ജനം ചർച്ച ചെയ്യപ്പെടേണ്ടത്. അപ്പോൾ ആ മോശം മാത്രം മാർക്കറ്റ് ചെയ്ത് TRPയും ഫോക്കസ് ചെയ്ത് അങ്ങനെ പോകാൻ പാടില്ല. അതോടൊപ്പം ഒരു മത്സരാർത്ഥി നിലയിൽ സിബിനോട് കാണിച്ച മര്യാദകേട് ഭയങ്കര മോശമാണ്. പിന്നെ ഇത് ഞാൻ പറയാത്തതിൻ്റെ കാര്യം, സിബിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ അവൻ പറയട്ടെ എന്ന് വെച്ചിട്ട് അല്ല, എനിക്കറിയാം അവർ കൊടുത്ത മെഡിസിൻ ഏതാണെന്നും ആ മെഡിസിൻ ഏത് അസുഖത്തിന് കൊടുക്കുന്നതാണെന്നും വളരെ അറിഞ്ഞ് മനസ്സിലാക്കി തന്നെയാണ് ഞാൻ പ്രതികരിച്ചത്. സിബിൻ അവൻ്റെ ഇൻ്റർവ്യൂവിൽ പറയുന്നതാണ് അതിൻ്റെ ശരിയെന്ന് കരുതിയിട്ടാണ് ഞാൻ മിണ്ടാതിരുന്നത്. അതുകൊണ്ടാണ് അത് ഞാൻ പറയുന്നത്. പിന്നെ ഈ അവിടെ ഇവിടെ നടന്ന് ബിഗ് ബോസിലെ ചില മത്സരാർത്ഥികൾ വിഷയത്തെ വളച്ചൊടിക്കുന്നതും അതെന്ന് പറയുന്നത് ഓഫർ വരും, സ്വാഭാവികമല്ലേ. ഇപ്പം ഞാൻ പറഞ്ഞിട്ടെ, ചാനലിൽ നിന്ന് കിട്ടുന്ന അവസരങ്ങൾ അവർക്ക് വേണം, ഷോകൾ അവർക്ക് വേണം, മുന്നോട്ടുള്ള യാത്രയിൽ അവർക്ക് ചാനലിൻ്റെ ആൾക്കാരെ അവർക്ക് വേണം. അവരുടെ നിലനിൽപ്പിൻ്റെ ഭാഗമാണ്. ഞാൻ അവരെ കുറ്റമൊന്നും പറയത്തില്ല. അവരിപ്പോൾ ഞാൻ പക്ഷേ എനിക്ക് ഇതിന് വിഷമം തോന്നിയ കാര്യം, ഇവരെന്നെ അനുകൂലിക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല, പക്ഷേ ഇവർക്ക് നിശബ്ദത പാലിക്കാം. അപ്പോൾ ഇവർ നമ്മൾക്കെതിരെ ഇറങ്ങുമ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് RJ ഗുരു എന്ന് പറയുന്നത് എന്താ പേര്, രഘു, അവൻ ഞാൻ പറഞ്ഞ എന്താന്ന് പോലും കേൾക്കാതെ ഞാൻ ഹൈദറിനോട് പറഞ്ഞു, എന്നോട് നേർക്കുനേരെ സംസാരിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ പുള്ളിയെടുത്ത് നേർക്കുനേരെ സംസാരിക്കും. എടാ, ഇത് ഒരുത്തനോട് സംസാരിക്കാൻ അവനോട് സംശയം ചോദിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവനോട് നേർക്കുനേരെ സംസാരിക്കണം. ഞാൻ പറഞ്ഞതുപോലും കേൾക്കാതെ അയാൾക്ക് വായി തോന്നിയത് പറഞ്ഞേക്കാം. അതായത് ഏതോ സിനിമയിൽ ജഗദീഷിനോട് ചോദിക്കും ഒരു അഭിപ്രായം പറയുമ്പോൾ നീ നിൻ്റെ വായി തോന്നിയ അഭിപ്രായമല്ല പറയേണ്ടതെന്ന് പറഞ്ഞത്. നീ അവിടെ വന്നിരുന്നു നീ തോന്നിയ അഭിപ്രായമല്ല പറയേണ്ടത്, ഞാൻ പറഞ്ഞതിന് നീ മറുപടി പറ. അതിന് നിനക്ക് ആംബിയർ ഉണ്ടെങ്കിൽ നീ നേരെ എൻ്റെ മുന്നിൽ സംസാരിക്കും. എല്ലാവരും ഞാൻ ഇപ്പോഴും അതാ പറയുന്നത്, ഏതവനും സംസാരിക്കണമെന്നുണ്ടെങ്കിൽ നേർക്ക് നേരെ സംസാരിക്കും.
അല്ലാതെ ബിഗ് ബോസിലെ മുൻ മത്സരാർത്ഥിയാണ്, ബിഗ് ബോസിൽ അവിടെ പോയിട്ടുണ്ട്, അല്ലെങ്കിൽ ഏഷ്യാൻ്റെ അവിടെ വർക്ക് ചെയ്തത്, അങ്ങനെയല്ല സംസാരിക്കേണ്ടത്. എൻ്റെ അടുത്ത് നമ്മുടെ അടുത്ത് അയാൾ പറഞ്ഞത് തെറ്റാണ്, മുന്നിലിരുന്നിട്ട് പറ ശരിയാണ്. അതല്ലാതെ ഇവിടുന്നും കട്ട് ചെയ്ത് അടർത്തിയെടുക്കുന്ന കാര്യങ്ങൾ ഇപ്പം നമ്മളൊന്ന് 1 മണിക്കൂർ സംസാരിച്ചൊരു കാര്യത്തിന് അതൊന്ന് 30 സെക്കൻഡ് കട്ട് ചെയ്ത് അടർത്തിയെടുക്കുക, എന്നിട്ട് അതിന് മറുപടി പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് മറുപടിയാണ് നമുക്ക് പറയാൻ പറ്റുക? കാരണം അത് കോൺടെക്സ്റ്റിൽ അതല്ല വരുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് ആർക്കും മറുപടി ഒന്നും കൊടുക്കാൻ പറ്റത്തില്ല. അതിനാരെങ്കിലും ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ചേട്ടാ അതാണ്ട് അവിടെ ഇങ്ങനെ പറഞ്ഞു, അവരിങ്ങനെ പറഞ്ഞു. അതുപോലെ അപ്പോൾ ഞാൻ ജാൻമണി എന്ന് പറയുന്ന ലേഡിക്കെതിരെ പറഞ്ഞത് അവരുടെ അഹങ്കാരം. അവർ ഒരു പെൺകുട്ടിയോട് അവൾ 3rd ക്ലാസ് ആണ്, അവളെ കാലിൻ്റെ അടിയിലിട്ട് ചവിട്ടി മെതിക്കും, ഞാൻ ബിസിനസ് ക്ലാസ്സിൽ സഞ്ചരിക്കുന്ന ലേഡിയാണ്, മറ്റേതാണ് മറിച്ചതാണ് എന്ന് സംസാരിക്കുമ്പം, അതായത് മറ്റുള്ള ആൾക്കാരുടെ അടുത്ത് പുച്ഛവും പരിഹാസവും മാത്രം മുൻനിർത്തി സംസാരിക്കുന്ന ഒരു സ്ത്രീ അവരിട്ട ഒരു പോസ്റ്റിൽ എനിക്ക് ഒരു മറുപടി പറയാൻ വേണ്ടി, അതുപോലെ ഞാനും അറിഞ്ഞൊരു കാര്യം എന്നറിയാമോ, അവരെ ഈ ബിഗ് ബോസിനകത്ത് ഇപ്പോഴത്തെ ഈ ഹോട്ടൽ ടാസ്കിനകത്ത് ഗസ്റ്റായിട്ട് കയറ്റാമെന്ന് ഒരാൾ ഓഫർ ചെയ്തു എനിക്കെതിരെ പറയാൻ വേണ്ടിയിട്ട്. അവർ തന്നെ മറ്റുള്ളവരോട് പറഞ്ഞതായിട്ട് എന്നെ വിളിച്ച് പറഞ്ഞതാണ്. അവർ തന്നെ, അതായത് നമ്മുടെ കൂടെ സഹകരിക്കുന്ന ഒരാൾ തന്നെ പറഞ്ഞു അഖിലിനെതിരെ പറയുകയാണെന്നുണ്ടെങ്കിൽ ബിഗ് ബോസിലെ ഹോട്ടൽ ടാസ്കിൽ നിന്നെ ഗസ്റ്റായിട്ട് കയറ്റാം, നീ പറയാൻ പറഞ്ഞിട്ട് പറഞ്ഞ് ചെയ്ത വീഡിയോ ആണ്, അല്ലാതെ അവർക്ക് എന്നോട് വിരോധം ഉണ്ടാവേണ്ട കാര്യം. അപ്പോൾ അവർ സംസാരിച്ചത് എങ്ങനെയാണ്? അവർ ഇവൻ ആരാണ്, മറ്റവൻ ആരാണ്, മറിച്ചവൻ ആരാണ്, ഇങ്ങനെ പറഞ്ഞിട്ടാണ് ഒരു വീഡിയോ സംസാരിക്കേണ്ടത്. അന്നേരം നമ്മൾ ഇവരെ ഒന്ന് ഓർമ്മിപ്പിക്കും. അതായത് ഇപ്പം ഞാനത് വളരെ ലളിതമായിട്ട് പറഞ്ഞാണ്, എല്ലാ ജോലിക്കും മഹത്വമുണ്ട് 100%. ഞാൻ എൻ്റെ അമ്മ തൊഴിലുറപ്പിക്കുന്ന ആളാണ്, അച്ഛൻ തട്ടടിക്കുന്ന ആളാണ്, അവരുടെ ഒപ്പം നിന്ന് വീഡിയോ ഇടുന്ന ആൾ. ഇത് നമുക്ക് ജോലിയല്ല വിഷയം. പക്ഷേ അഹങ്കാരം, മറ്റൊരാളെ അടിച്ചാക്ഷേപിക്കുന്ന അഹങ്കാരം കാണിച്ചാൽ അവൻ്റെ മുഖത്ത് നോക്കി പറയും നീ ഇമ്മാതിരി പണിയിലിടാൻ കാണിക്കുന്നതെന്ന് പറയും. അത് റോഡ് സൈഡിൽ നിന്ന്, ഓടയിൽ നിന്ന് മറ്റേ വേസ്റ്റ് ക്ലീൻ ചെയ്യുന്ന ഒരാൾ, തൊട്ടപ്പുറത്ത് നിന്ന് മലം ക്ലീൻ ചെയ്യുന്ന ഒരുത്തനെ നോക്കി ആക്ഷേപിച്ച് സംസാരിച്ചാൽ ഞാൻ ചിലപ്പോൾ അവൻ്റെ മുഖത്ത് നോക്കി പറയും നീ ചെയ്യുന്ന പണി, ഓടയെ ക്ലീൻ ചെയ്യുന്ന പണി തന്നെ ആടാ എന്നെനിക്ക് പറയേണ്ടി വരും. അത് പറയേണ്ടി വരുന്നത് അവൻ്റെ സംസാരവും അവൻ്റെ പ്രവൃത്തിയും കണ്ടിട്ടാണ്. അതിന് ഈ ലോകത്ത് കിടക്കുന്ന കംപ്ലീറ്റ് ആൾക്കാരെ ഊമിക്കേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടോളാം. ഞാൻ ഒരാൾക്ക് അയാളുടെ പോസ്റ്റിന് കൊടുക്കുന്ന മറുപടിയാണത്. അപ്പോൾ പിന്നെ മാത്രമല്ല, ഇതിനകത്ത് 50ാമത്തെ ദിവസം അവർക്ക് ആശംസ എടുത്ത് അയച്ചു കൊടുത്ത് നിന്ന് നമ്മൾ ലൈംലൈറ്റിൽ തന്നെയല്ലേ നിന്നുകൊണ്ടിരിക്കുന്നത്, എല്ലാ പരിപാടികളിലും പങ്കെടുത്ത് അത്യാവശ്യം സോഷ്യൽ മീഡിയയിലൊക്കെ നിറഞ്ഞിരിക്കുന്നത് ഞാൻ മറ്റൊരുവിന് വേണ്ടി പ്രതിഷേധിച്ചതാണെന്ന് മനസ്സിലാക്കാനുള്ള ബോധം പോലും ഇല്ലാതെ എനിക്കെതിരെ പലരും സംസാരിക്കാം, വിഷയത്തെ മാറ്റി വളച്ചൊടിച്ച് പുതിയ നറേറ്റീവുകൾ സൃഷ്ടിക്കുക. അപ്പോൾ ഇവരുടെ ഉദ്ദേശം വേറെയാണ്. അത് ജനത്തിന് വളരെ കൃത്യമായിട്ട് തിരിച്ചറിയാൻ പറ്റും. അതുകൊണ്ടാണ് മനുഷ്യർ നമ്മളെ സ്നേഹിക്കുന്നത്. സ്വന്തം നേട്ടവും താല്പര്യവും നോക്കി നടക്കുന്ന ആൾക്കാർക്കൊക്കെ പണമുള്ളവൻ്റെയും അടുത്ത ഓഫറുകൾ വെച്ച് നീട്ടുന്നവൻ്റെയും പുറകെ നടക്കണം. നക്കി കൊടുക്കേണ്ട മറ്റേ ആക്ഷേപിക്കില്ല, ഷൂ നക്കിയെന്ന് പറഞ്ഞ് ആക്ഷേപിക്കില്ല. അത് കണക്ക് നക്കി കൊടുത്ത് ജീവിക്കട്ടെ, നമുക്കതിനകത്ത് എന്താ പറയാൻ പറ്റുക? അല്ലാതെ ഞാൻ സംസാരിച്ച വിഷയത്തിൻ്റെ ഗ്രാവിറ്റി മനസ്സിലാക്കി ഇതൊന്നും എടുത്ത് ടാഗ്ലൈൻ ഇങ്ങനെ എടുത്ത് ജെന്യൂനായിട്ട് ഇട്ടാൽ മതി, റീച്ച് കിട്ടാളെ കിട്ടിക്കോളും. വേറെ രീതിയിൽ എന്തിന് മറുപടി കൊടുക്കുന്നത്? 35 മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഞാൻ റിപ്ലൈ കൊടുത്തിട്ടില്ല. അപ്പം വ്യക്തിപരമായ വിരോധം ഉണ്ടാകുന്നില്ല. പിന്നെ കഴിഞ്ഞ ഈസ്റ്റർ ദിനത്തിൽ ഞാൻ കാരണം ജീവിതം നശിച്ച ഒരാളാണെന്നൊക്കെ പറഞ്ഞ് എനിക്ക് മെസ്സേജ് അയച്ചു. എന്തോ കാര്യം എന്നറിയാമോ? ഈസ്റ്റർ ദിനത്തിലാണ് എനിക്ക് സാഗറിനെതിരെ മറ്റേ വിഷയം ഉണ്ടായിട്ട് നമുക്ക് ഹൈപ്പ് കിട്ടുന്നത്. അങ്ങനെ ഞാൻ കപ്പടിച്ചിട്ടുണ്ട്, അവർക്ക് നഷ്ടം വന്നു. ഇതൊക്കെ നമുക്ക് മറുപടി കൊടുക്കാൻ വേണ്ടിയിട്ട് മിനിമം യോഗ്യതയുണ്ട്. അതാ ഞാൻ പറയുന്നത്, നമ്മളിങ്ങനെ ഇപ്പോൾ നിങ്ങളെ കണ്ടുകൊണ്ട് നിങ്ങളോടുള്ളൊരു റെസ്പെക്റ്റ് കൊണ്ട് നിങ്ങളടുത്ത് സംസാരിച്ചത്, അല്ലാതെ ഇതിങ്ങനല്ല. ഒരാൾ സംസാരിക്കുന്നെങ്കിൽ അവർക്ക് അവിടെ ഇവിടെ ഒറ്റയ്ക്ക് ഒളിച്ചും പാത്തൂരൊന്നും സംസാരിക്കാതെ നേരെ സംസാരിക്കുക, അങ്ങനല്ല. അതല്ല എൻ്റെ മര്യാദ. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ തന്നെ പറഞ്ഞു. ആർക്ക് എന്ത് സംസാരിക്കാണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ മുഖത്ത് നോക്കി മറുപടി പറയാൻ തയ്യാറാണ്. ഒരുത്തരം പേടിച്ച് എങ്ങും പോയിട്ട് ചരിത്രവുമില്ല, പോകത്തതുമില്ല. ഓക്കെ.